ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ എത്തുമ്പോൾ വെങ്ങല്ലൂരിൽ SFI-ക്കാർ കരിങ്കൊടി കാട്ടുന്നു. നേരത്തെ SFI-യുടെ കറുത്ത ബാനർ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ ഗവർണർക്ക് കരിങ്കൊടി കാണിച്ചുകൊണ്ട് SFI-യുടെ പ്രതിഷേധം. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും വിവരങ്ങളുണ്ട്, അതോടൊപ്പം തരാനുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്ണു സുരേഷും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. നമുക്ക് ശ്രീകാന്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇപ്പോൾ വിഷ്ണു സുരേഷാണ് ഈ സംഭവ സ്ഥലത്തുള്ളത്. വിഷ്ണു അവിടെ നിന്നും വിവരങ്ങൾ നമുക്ക് നൽകും. വിഷ്ണു, ചാൻസലറിസം തുലയട്ടെ എന്ന SFI-യുടെ കറുത്ത ബാനർ കാണാൻ കഴിയുന്നുണ്ട്. SFI-യുടെ പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. കരിങ്കൊടി കാട്ടിയോ ഗവർണർ വരുന്ന വഴിയിൽ? ഗോപികൃഷ്ണൻ, ഗവർണർ തൊടുപുഴയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ സൂചന നൽകിയതാണ് SFI-യുടെ ഭാഗത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന്. അതിന്റെ തുടക്കം വെങ്ങല്ലൂരിൽ വെച്ച് ആരംഭിച്ചിരിക്കുന്നു. കരിങ്കൊടി കാട്ടിയായിരുന്നു SFI പ്രവർത്തകരുടെ പ്രതിഷേധം. രാവിലെ മുതൽ തന്നെ ഗവർണർക്കെതിരെ കറുത്ത ബാനർ ഉയർത്തിയിരുന്നു. സംഘീഖാൻ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നായിരുന്നു ആദ്യ ബാനറെങ്കിൽ ഇപ്പോൾ ചാൻസലറിസം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ബാനറായി ഉയർത്തിയിരിക്കുന്നത്. മൂന്നിടങ്ങളിലാണ് SFI ഗവർണർക്കെതിരെ കരിങ്കൊടി ഉയർത്തിയത്. ഒന്ന് ഗുരു ജംഗ്ഷനിലും, രണ്ടാമത് വെങ്ങല്ലൂരും, അതോടൊപ്പം തന്നെ അച്ചൻകവലയിലും. ഇങ്ങനെ മൂന്നിടങ്ങളിലായിരുന്നു നിലവിൽ SFI-യുടെ പ്രതിഷേധം ഉണ്ടായത്. ശക്തമായ പോലീസ് സുരക്ഷയിലാണ് ഗവർണർ തൊടുപുഴയിലേക്ക് എത്തിയത്. വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉടനീളം ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷം. കാരണം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഭൂപതിവ് ഭേദഗതി ബില്ല് ഇടുക്കിയുടെ വികസനത്തിന് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ആ ബില്ല് പാസ്സാക്കിയിട്ട് 3 മാസം പിന്നിടുന്നു. പക്ഷേ അതിൽ ഒപ്പുവെക്കാൻ ഗവർണർ തയ്യാറാകുന്നില്ല. അത് ഇടുക്കി ജനതയോടുള്ള ഗവർണറുടെ ജനവിരുദ്ധ നിലപാടിന്റെ അടയാളമായാണ് ഇടുക്കിയിലെ ഇടതുപക്ഷ സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായ അന്നേ ദിവസം ഇടുക്കിയിലേക്ക് ഗവർണർ എത്തുമ്പോൾ അത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായ കണക്കാക്കുന്ന പശ്ചാത്തലത്തിലാണ് പിന്നാലെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താൽ ദിനത്തിലും പക്ഷേ താൻ ഇടുക്കിയിലേക്ക് എത്തുമെന്ന് ഗവർണർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം എത്തുകയും ചെയ്തു. പക്ഷേ പ്രതിഷേധം ഗവർണർക്കെതിരെ തുടരുമെന്ന നിലപാടിൽ നിന്ന് SFI-യും ഇടതുപക്ഷ സംഘടനകളും പിന്നോട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് ഗവർണർ പോകുന്ന ഇടങ്ങളിൽ SFI-യുടെ കരിങ്കൊടി പ്രകടനം. അത് ഇവിടെയും തുടരുകയാണ്. ഗവർണർ തിരികെ ഒരു നിമിഷം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൊടുപുഴയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളോട് അദ്ദേഹം കുശലം പറയുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വരുന്ന വഴിയിൽ കരിങ്കൊടി കാട്ടിക്കൊണ്ട് SFI-യുടെ പ്രതിഷേധം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ചാൻസലറിസം തുലയട്ടെ എന്ന് എഴുതിയിട്ടുള്ള SFI-യുടെ കറുത്ത ബാനർ വീശിയുള്ള പ്രതിഷേധവും നമ്മൾ കണ്ടു. ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ നിശ്ചയിച്ച പ്രകാരം അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൊടുപുഴയിലെ വേദിയിൽ എത്തിയിരിക്കുന്നു. അവിടേക്ക് അദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. SFI-യുടെ പ്രതിഷേധം, അതോടൊപ്പം തന്നെ LDF-ന്റെ ഹർത്താൽ എന്നിവ നടക്കുകയാണ് ഇടുക്കിയിൽ. താൻ പ്രതിഷേധങ്ങളെ കണ്ട് ഭയക്കുന്നയാളല്ലെന്നും തനിക്ക് ഒരു തരത്തിലുള്ള ത്രെറ്റ് അഥവാ ഒരു തരത്തിലുമുള്ള ഭീഷണിയും തനിക്ക് നിലനിൽക്കുന്നില്ല എന്നുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേദിയിലേക്ക് നീങ്ങുകയാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെ? നിലവിലിപ്പോൾ ഈ CPIM-ന്റെ ഹർത്താലിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം വേദിയിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും നേരിടേണ്ടി വന്നില്ല. ഇവിടെ സുഗമമായി ഈ പരിപാടി നടക്കുന്ന തൊടുപുഴയിലെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. വേദിയിലേക്ക് അദ്ദേഹം നീങ്ങും. അല്പസമയത്തിനകം അദ്ദേഹം ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇന്ന് അദ്ദേഹത്തിന് മറ്റ് പരിപാടികൾ ജില്ലയിലില്ല. ഒരു പക്ഷേ ഈ മറിയക്കുട്ടിയെ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ശ്രദ്ധേയയായ മറിയക്കുട്ടിയുടെ വീട്ടിലെത്തി അദ്ദേഹം സന്ദർശിച്ചേക്കും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ സ്ഥിരീകരണം ഇതുവരെയും ആയിട്ടില്ല. ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനെ അതിഥിയായി മറിയക്കുട്ടിയെ ക്ഷണിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഗവർണർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൊടുപുഴയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കാരുണ്യം പദ്ധതിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹം മുൻ നിശ്ചയിച്ച പ്രകാരം പരിപാടികളിൽ മാറ്റം വരുത്തിയിട്ടില്ല. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം വേദിയിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കിയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. SFI ആകട്ടെ കരിങ്കൊടി പ്രതിഷേധവുമായി ഗവർണറുടെ യാത്രാ വഴിയിൽ ഉണ്ടായിരുന്നു. ചാൻസലറിസം തുലയട്ടെ എന്ന് എഴുതിയ കറുത്ത ബാനർ പിടിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. ബംഗളൂരിലാണ് SFI കരിങ്കൊടി കാണിച്ചത് ഗവർണർക്ക്. നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇപ്പോൾ ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്ണു സുരേഷ് ആയിരുന്നു ബംഗളൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാനുണ്ടായിരുന്നു. ശ്രീകാന്ത്, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഈ പരിപാടി പങ്കെടുക്കാൻ അത് കവർ ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇപ്പോൾ ഗവർണർക്ക് ഒരു വലിയ ഹാരം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികൾ അദ്ദേഹത്തിന് വലിയൊരു മാല നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശ്രീകാന്ത്, വിവരങ്ങൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതിയുടെ പരിപാടി ഇപ്പോൾ തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യ അതിഥിയായി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് ഇടുക്കിയിലേക്കുള്ള വരവിനോടനുബന്ധിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധവും LDFന്റെ ഹർത്താലും. അത്തരം പ്രതിഷേധങ്ങളെ താൻ വകവെക്കുന്നില്ലെന്നും തനിക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയുമില്ലെന്നും 72 വയസ്സ് എന്നത് തനിക്ക് അധികം കിട്ടിയിട്ടുള്ള സമയമാണെന്നും അതുകൊണ്ട് ആരെയും ഭയക്കുന്നില്ല എന്നുമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് ഇന്ന് നടത്തിയ പ്രതികരണം. ഏതായാലും ഈ ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളോടുള്ള പ്രതികരണം അതിലുണ്ടാകും എന്ന് നമുക്ക് കരുതാം. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളെ കണ്ടേക്കാം. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കനത്ത സുരക്ഷയിൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന് എഴുതിയിട്ടുള്ള പ്ലക്കാർഡുകളുമൊക്കെയായി അല്ലെങ്കിൽ ബാനറുകളുമൊക്കെയായിട്ടുള്ള പ്രതിഷേധം SFIയുടേത് ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. ശ്രീകാന്ത്, ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോഴുള്ളത് തൊടുപുഴയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടി നടക്കുന്ന വേദിക്കരികയാണ്. ശ്രീകാന്ത്, വിവരങ്ങൾ തരൂ. ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഗവർണർ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവർണർ വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതായത് തൊടുപുഴ അച്ഛൻ കവലയിൽ SFI പ്രവർത്തകർ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചു. പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം തന്നെ വെങ്ങല്ലൂരിൽ SFI പ്രവർത്തകർ അദ്ദേഹത്തെ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ റോഡ് വിരോധത്തിനുള്ള ശ്രമം നടന്നു. അവരെയും പോലീസ് എത്തി ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. ഷാപ്പുപടിയിൽ DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രയോഗം നടന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഗവർണർ ഈ തൊടുപുഴയിലേക്ക് കടന്ന് ഇടുക്കി ജില്ലയിലേക്ക് കടന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് നേരെ വ്യാപകമായ രീതിയിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളില്ലാതെ ഈ വേദിയിലേക്ക് പോലീസിനും സുരക്ഷ ഒരുക്കിയിരുന്നവർക്കും സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ ഇപ്പോൾ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഈ പരിപാടിയിൽ അദ്ദേഹം അല്പസമയത്തിനകം സംസാരിച്ചു തുടങ്ങുകയും ചെയ്യും. ഈ ഇടുക്കിയിലെ ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് LDF നടത്തുന്ന ഹർത്താൽ അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇടുക്കി ജില്ലയിലെ ഒരു പ്രാദേശിക വിഷയമായി കാണാൻ സാധിക്കില്ല. സർക്കാരും CPIഎമ്മും ഗവർണർക്കെതിരെ തുടർച്ചയായി നടത്തുന്ന പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടർച്ച എന്ന് വേണം ഇതിനെ കരുതാൻ. നേരത്തെ പോഷക സംഘടനകളായ SFIയും അതോടൊപ്പം DYFIയും ഒക്കെ ആയിരുന്നു ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുന്നതിനും ഗവർണർക്ക് നേരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ CPIഎം നേരിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIഎം ഇടുക്കിയിൽ ജനകീയ പ്രശ്നം എന്ന നിലയിൽ ഈ ഭൂപതിവ് ചട്ട ഭേദഗതി നിയമം അത് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഗവർണറെ പ്രതിരോധിക്കുന്നതിന് രംഗത്തെത്തിയിരിക്കുന്നത്. അതിന്റെ പേരിൽ ഹർത്താൽ പ്രഖ്യാപനം നടത്തിയിട്ടുമുണ്ട്. മറ്റൊന്ന്, രാജ്ഭവനിലേക്ക് LDFന്റെ മാർച്ച് ഇന്നേ ദിവസം ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. അതായത് ഗവർണർക്ക് നേരെയുള്ള സർക്കാരിന്റെയും CPIഎമ്മിന്റെയും അഭിപ്രായ വ്യത്യാസം, ഗവർണർക്കെതിരായ പ്രതിഷേധം അത് തുടരാനാണ് നിലവിൽ സർക്കാരും പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്. അത് കർശനമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പോഷക സംഘടനകൾ SFIയും DYFIയും ഒക്കെ വഴിയിൽ ഗവർണർക്ക് നേരെയുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു പോകുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് രാവിലെ SFIയുടെ ജില്ലാ പ്രസിഡന്റ്
പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കാനും സാധ്യതയുണ്ട്. ഇന്ന് ഗവർണർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് തനിക്ക് 72 വയസ്സായി, ഇപ്പോൾ തന്നെ തനിക്ക് അധികമായി കിട്ടിയ ബോണസായി കിട്ടിയ പ്രായത്തിലാണ് താൻ ജീവിക്കുന്നത്, ഒരു തരത്തിലുള്ള ഭയവുമില്ല, തനിക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയുമില്ല എന്നാണ് ഗവർണർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായത്. കോഴിക്കോട് താൻ ഇറങ്ങി നടന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. ആവശ്യമെങ്കിൽ കൊച്ചിയിൽ ഇറങ്ങി നടക്കാൻ താൻ തയ്യാറാണ്, അത് കാണണോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകരോട് ഇന്ന് ആലുവയിൽ ശരി ശ്രീകാന്ത്, ഏതായാലും ഈ സർക്കാരും ഇടതുമുന്നണിയും ഒക്കെ ഗവർണറുമായി മുഖാമുഖം ഏറ്റുമുട്ടുന്നതിന്റെ പല സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. അതിന്റെ ഒരു തുടർച്ചയായി വേണം ഇന്ന് ഗവർണർ ഇടുക്കിയിലെത്തുമ്പോൾ അദ്ദേഹത്തോടുള്ള പ്രതിഷേധ സൂചകമായി LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനെയും SFIയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങളെയും കാണാൻ LDFന്റെ രാജ്ഭവൻ മാർച്ച് തിരുവനന്തപുരത്ത് നടക്കുകയുമാണ്. അങ്ങനെ സർക്കാരും ഗവർണറും LDFും ഗവർണറും മുഖാമുഖം ഏറ്റുമുട്ടുന്നതിന്റെ മറ്റൊരു ദൃഷ്ടാന്തമായി, മറ്റൊരു ഉദാഹരണമായി ഇതും നമുക്ക് കാണാം, സന്ദർഭമായി ഇതിനെ നമുക്ക് കാണാം. ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല എന്ന് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള വാക്കുകളിൽ വ്യക്തമാണ്. കാരണം 72 വയസ്സിൻ ഇപ്പോൾ ആനുകൂല്യത്തിലാണ് താൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരെയും ഭയക്കുകയോ ഒരു തരത്തിലുള്ള ഭീതിയോ തനിക്കില്ല, ഒരു തരത്തിലുള്ള ഭീഷണിയും തനിക്കില്ല. അതുകൊണ്ട് താൻ കോഴിക്കോട് എങ്ങനെയാണോ കമ്പോളത്തിൽ ഇറങ്ങി നടന്നത് അതുപോലെ കൊച്ചിയിലും താൻ ഇറങ്ങി നടക്കാൻ തയ്യാറാണ് എന്നെല്ലാമുള്ള വെല്ലുവിളി നിറഞ്ഞ സ്വഭാവത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന തൊടുപുഴയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചടങ്ങ്, അതിന്റെ ഔദ്യോഗികമായി ആ ചടങ്ങ് തുടങ്ങിയിരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലുണ്ട് മുഖ്യാതിഥിയായി. അതേസമയം തന്നെ വെള്ളലൂരിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം നമ്മൾ കണ്ടു. 3 ഇടങ്ങളിലായിരുന്നു ഇന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നത്. ചാൻസലറിസം തുലയട്ടെ എന്ന് എഴുതിയ കറുത്ത ബാനർ വലിച്ചു നീട്ടിക്കൊണ്ടായിരുന്നു SFIയുടെ ഒരു ഭാഗത്തെ പ്രതിഷേധം. ഗവർണർ വരുന്ന വഴികളിൽ കരിങ്കൊടി വീശിക്കൊണ്ട് SFI പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. വിഷ്ണു സുരേഷ് അവരുടെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകാൻ നമുക്കുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ഇടുക്കിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന ചടങ്ങിന്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ, LDF ഹർത്താൽ തുടങ്ങിയ സംഭവങ്ങളുടെ വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.